വെള്ളം തെളിക്ക്. അനുചരന്മാർ വെള്ളം കൊണ്ടുവന്നു തളിച്ചു. ആശ കണ്ണു തുറന്നു. ഇവളുടെ വിരലൊന്ന് ഒഴിഞ്ഞു കൊടുക്ക്. ആ പെണ്ണിൻ്റെ കണ്ണു മാന്തിയതിനാൽ ഉളുക്കിയിരിക്കും. അനുചരന്മാരിൽ 2 പേർ ആശയുടെ കൈകൾ പിടിച്ച് വിരലുകൾ ഓരോന്നായി പിന്നോക്കം വളച്ച് ഒടിച്ചു. ആശ വാവിട്ട് കരഞ്ഞു. പഴന്തുണിക്ക് ഇത്ര വില കൂടുതലോ? വാർഡൻ പഴന്തുണി കൊണ്ടുവന്നു. വായിൽ തിരുകേണ്ടി വന്നില്ല. അതിനു മുമ്പ് ആശ വീണ്ടും ബോധരഹിതയായി. വെള്ളം കൊണ്ടുവാ. ഇവിടെ ഫ്രിഡ്ജില്ലേ? ചിന്തു ചോദിച്ചു. ആശയുടെ ബോധം തെളിയുന്നതുവരെ ചിന്തു അച്ചടക്കത്തെപ്പറ്റി പ്രേക്ഷകരോട് സംസാരിച്ചു. കടുകു കണ്ടാലും പെറുക്കരുത്, കൊതുകിനെയും കൊല്ലരുത്. പിന്നെ അനുചരരോട് പറഞ്ഞു, ജീവനു ജീവൻ, തൂക്കിലിട്ടേക്ക്, വേഗം കഴിഞ്ഞോട്ടെ, വേറെ പണിയുണ്ട്. അനുചരർ ആശയുടെ സാരി അഴിച്ചു. ഒരാൾ മറ്റേയാളുടെ ചുമലിൽ കയറി ഹാളിലെ ഫാനിൽ സാരിയുടെ ഒരറ്റം കെട്ടി മറ്റേ ഭാഗത്ത് കുരുക്കുണ്ടാക്കി. പൂർണ്ണ നഗ്നയായ ആശയെ അർദ്ധബോധാവസ്ഥയിൽ 2 അനുചരന്മാർ താങ്ങിയെടുത്തു. മൂന്നാമൻ ഇവരുടെ ചുമലുകളിൽ ചവിട്ടിക്കയറി ആശയുടെ തോളിലൂടെ കൈയിട്ട് പൊക്കി തല കുരുക്കിലൂടെ എടുത്തു. കണ്ടോ? ചിന്തു മറ്റ് അന്തേവാസികളെ അറിയിച്ചു. നിങ്ങളുടെ ഗതിയും ഇതുതന്നെ. അനുചരർക്ക് 3 പേർക്കുമായി ഒറ്റ വാക്കിൽ ഒരു കൽപ്പനയാണ് ചിന്തു പിന്നെ നൽകിയത്. വിട്ടേക്ക്. 3 പേരും ഒരുമിച്ച് രംഗത്തു നിന്നു മാറി. കുരുക്കിൽ തൂങ്ങി ആശ പിടഞ്ഞു മരിച്ചു. സ്ത്രീകൾ മൂകരായി നോക്കി നിന്നു. ചിന്തു പറഞ്ഞു, നിങ്ങൾക്കാർക്കും ഇതുപോലെ ഒരു അനുഭവം തരാൻ ഇന്നേ വരെ ഇവിടെ വന്നവരിൽ ആർക്കും കഴിഞ്ഞിരിക്കില്ല. അതു മറന്നേക്കരുത്. വാ പോകാം എന്ന് അനുയായികളെ ക്ഷണിച്ച് നടന്നു തുടങ്ങിയ ചിന്തു തിരിഞ്ഞു നിന്നു പറഞ്ഞു, ആരും തുടരരുത്. അതിൻ്റെ പേരെന്താണ്? ആശയെ ചൂണ്ടിയാണ് ചോദിച്ചത്. ആശ, വാർഡൻ പറഞ്ഞു. അവൾക്ക് ഇവിടെ ആരെങ്കിലും ബന്ധുവുണ്ടോ? ഇല്ലെന്ന് വാർഡൻ. ഈ കണ്ടത് ആരെങ്കിലും പുറത്തു പറഞ്ഞാൽ ഗതി ഇതുതന്നെ. ചിന്തു വാർഡൻ്റെ തോളിൽ കൈവച്ചു. നിങ്ങൾ ഇനി നിങ്ങളുടെ പണി ചെയ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ലല്ലോ? ഇല്ല. കുടിനീരിറക്കി. വളരെ നല്ലത്. അയാളും അനുചരന്മാരും യാത്രയായി. ചിത്രം ആത്മഹത്യയാക്കി. അന്ന് വൈകുന്നേരത്തിനകം ആശയും ശ്മശാനത്തിലെത്തി. സന്ധ്യയ്ക്ക് ഗോപികമാർക്ക് അമ്പലത്തിലേക്കും തിരികെയും അകമ്പടി സേവിച്ച് അത്താഴവും കഴിഞ്ഞ് ദാദാമോളെ ഗോപുരവാതിൽക്കലെത്തി. ഏറെ കഴിയും മുമ്പാണ് ചിന്തു വന്നത്. കൂടെ ആരുമില്ല. അകവാതിൽ ചങ്ങലയിട്ട് പൂട്ടി പുറത്തു കടന്ന് പുറവാതിൽ ചാരി. തൊട്ടപ്പുറത്തുള്ള മുറുക്കാൻ കടയിൽ നിന്ന് പതിവുള്ള ബീഡി വാങ്ങി ഒരെണ്ണം കത്തിച്ചു വലിച്ചു തീർന്നിരുന്നില്ല ദാദാമോളെ. എതിർവശത്തെ വീട്ടിൽ ഒരു തൂങ്ങിമരണം ഉണ്ടായതിനെപ്പറ്റി മുറുക്കാൻ കടക്കാരൻ ചോദിച്ചു. തൂങ്ങിമരണം തന്നെ എന്ന കാര്യത്തിൽ മുറുക്കാൻ കടക്കാരന് സംശയമില്ല. കാരണം ഇത്തരം സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആരെയും വരിക്കുന്നവർക്ക് മരണത്തെയും വരിക്കാൻ എന്തു പ്രയാസമെന്ന് അയാൾ പിറുപിറുത്തു. ദാദാമോളെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. മൂളുക മാത്രം ചെയ്തു. തൊടിയിൽ കെട്ടിയിട്ട ആട് മഴ വരുന്നത് മുൻകൂട്ടി അറിയുന്നതുപോലെ എന്തോ ഒരു അപകട സാധ്യത ദാദയുടെ മനസ്സിൽ എങ്ങുനിന്നെന്നില്ലാതെ കയറിപ്പറ്റി. നെഞ്ചിൽ ഭഗവാൻ കൊളുത്തിപ്പിടിച്ച കൊക്കി വല്ലാതെ വലിയാൻ തുടങ്ങി. തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന ധാരണ ദാദയുടെ 6ാം ഇന്ദ്രിയം നേരത്തെ തന്നെ നൽകി കഴിഞ്ഞിരുന്നു. നിസ്സംഗതയോടെ ദാദ തെരുവിലൂടെ കണ്ണോടിച്ചു. ഒന്നും കണ്ടുകിട്ടിയില്ല. ചിന്തുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പുതിയ തലമുറ. നഗരത്തിൻ്റെ ഒത്ത നടുവിൽ ഒരു വലിയ ചേരിപ്രദേശം. ചതുരശ്ര നാഴികകൾ പരന്നു കിടക്കുകയാണ്. അവിടുത്തെ കള്ളവാറ്റു രാജാവിൻ്റെ പ്രധാന ഭടനാണ് ചിന്തു. ചുവന്ന തെരുവുകളിൽ അവന് താൽപ്പര്യങ്ങളില്ല. അക്രമിയോട് അക്രമമാണ് ദാദമാരുടെ ചിരപുരാതന നിയമം. മുഷ്കിന് മുഷ്ക്, ദയക്ക് ദയ. ചതിക്കു ചതി. അനീതിയോ അക്രമമോ
ഒരു ദാതയും കാണിക്കാവുന്നതല്ല, പൊറുപ്പിക്കാനും പാടില്ല. മൂളെ പഴയ തലമുറക്കാരനാണ്. പഴയ വിശ്വാസപ്രമാണങ്ങൾ മുറുകെ പിടിച്ചു. ഹീനകൃത്യങ്ങൾക്ക് ഉപകരണങ്ങളാകാൻ ദാതമാരെ വിലക്കു വാങ്ങുന്ന ഏർപ്പാട് മൂളയെപ്പോലുള്ളവർ അറിയാതിരുന്നില്ല. പക്ഷേ വിശ്വാസങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് ദാദാ മൂളെ മനസ്സിലാക്കിയില്ല. നീണ്ടു മെലിഞ്ഞ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വാതിൽക്കൽ എത്തുന്നത് കണ്ടപ്പോൾ റാം റാം പറഞ്ഞ് എതിരേറ്റു.